സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഞാൻ പഠിക്കാൻ പോയ സമയത്ത്, ഞാൻ ഓതാൻ പോയ സമയത്ത് ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ച ചില കാര്യങ്ങൾ, അത് ഞാൻ ഈ എടുത്തു വായിച്ചു നോക്കിയപ്പോൾ ഇത് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞാൽ ഒരുപാട് ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒക്കെ ഗുണം കിട്ടുന്ന കാര്യങ്ങളാണല്ലോ എന്ന് മനസ്സിലാക്കി ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പഠിക്കാൻ പോയ സമയത്ത് ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ച, അത് ഏകദേശം ഒരു 16 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച ചില കാര്യങ്ങൾ, അതിൽ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ജീവിതത്തിൽ ഐശ്വര്യത്തെ കൊണ്ടുവരുന്ന 5 കാര്യങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ ഐശ്വര്യം കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെയോ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ആയുസ് കുറച്ച് കളയുന്ന, ആരോഗ്യം കുറക്കുന്ന 4 കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർത്ത ഒരു വീഡിയോ ആണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറയുന്നത്. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ ഒരു 3 ഇസ്മുകളുണ്ട്. ആ 3 ഇസ്മുകൾ ഇൻഷാ അല്ലാഹ് വളരെ ഗുണകരമാണ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഉസ്താദെ നിത്യമായി എപ്പോഴും പറയാൻ ഏതെങ്കിലും ഒരു ഇസ്മു അള്ളാഹുവിൻ്റെ പറഞ്ഞു തരുമോ? ഞാൻ പലർക്കും പല ഇസ്മുകളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് 3 ഇസ്മുകൾ പറഞ്ഞു തരാം. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഏതാണ് ആ ഇസ്മ? അപ്പോൾ നേരെ നമുക്ക് ഇൻഷാ അല്ലാഹ് നേരെ വീഡിയോയിലേക്ക് പോവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ ഉസ്താദെ, നിങ്ങൾ സാധാരണ നമ്മുടെ ഇതിൻ്റെ നടുവിലാണ് അല്ലേ, ബാക്ക്ഗ്രൗണ്ടിൻ്റെ നടുവിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു മൂലയിലേക്ക് ഇരിക്കുന്നത് എന്താ സംഭവം എന്നൊരു ജിജ്ഞാസ നിങ്ങളിൽ ഉണ്ടാവും അല്ലേ. ഞാൻ ഒരു കാര്യം വ്യക്തമാക്കി തരാൻ വേണ്ടിയാണ്, ചില ആളുകളുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ചില തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട്, ഈ വീഡിയോയിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ വേറൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു അല്ലേ, ഒരു പള്ളിയുടെ മിനാരമൊക്കെ പോലെ, ചിലപ്പോൾ ചില വലിയ തൂണുകൾ പോലെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അങ്ങനെ പല രൂപത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മുമ്പത്തെ വീഡിയോകളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു സഹോദരി, അവർ ഭയങ്കര ഒരു പ്രയാസത്തോടു കൂടി ചോദിച്ചു, ഉസ്താദെ നിങ്ങളുടെ പുറകിൽ എന്താ രണ്ട് കണ്ണ് തുറിച്ചു നോക്കുന്നത് പോലെ തോന്നുന്നു, എന്താ സംഭവം, ഇതെന്താ? അവർക്കൊരു പേടി കലർന്നൊരു കമൻറ്റ് കണ്ടു. സത്യത്തിൽ ഇത് കണ്ണും കാതൊന്നുമല്ല, ശുദ്ധമായ ഖുർആനിൻ്റെ പുറംചട്ടയാണ്, അതിൻ്റെ ഫോട്ടോയാണിത്. ഇവിടെ ഇങ്ങനെ വെളുത്തിരിക്കുന്നുണ്ടോ, അത് ഈ നമ്മുടെ ലൈറ്റ് വന്നിട്ടുള്ള വെട്ടമാണ്. അപ്പോൾ അതൊന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടിയാണ് ഈ മൂലയിൽ ഇരുന്നിട്ട് ഞാനിത് നിങ്ങൾക്ക് പറയുന്നത്. ലക്ഷത്തിൽ ഒരാൾക്ക് തോന്നുന്ന ഒരു തോന്നലായിരിക്കാം. അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടന്നാലോ? ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമുക്കൊക്കെ ഖൈറും ബറക്കത്തും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾ, അവരുടെ പഠനം, അവരുടെ ജോലി, അവരുടെ വിവാഹം എല്ലാം അല്ലാഹു തആല ഖൈറിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ കയ്യിലിരിക്കുന്ന ഇതൊരു ഡയറിയാണ്. ഇത് 2009 ജൂലൈ മാസത്തിൽ, ജൂലൈ 7, 8 ആ ഒരു സമയത്ത് ഞാൻ എഴുതിയ കുറച്ച് കാര്യങ്ങൾ. അതായത് ഏകദേശം ഒരു 16 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയ ചില കാര്യം. അതായത് 2009 ഞാൻ ഈ മതപഠനത്തിനു വേണ്ടി 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1, +2 ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾക്കൊക്കെ വേണ്ടി മൂവാറ്റുപുഴ, എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ ജാമിഅ ബദരിയ അറബിക് കോളേജിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ പോയി ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ എഴുതിയ ചില കാര്യങ്ങൾ, ഞാനിപ്പോൾ വെറുതെ ഒന്ന് ഈ ഡയറി എടുത്ത് നോക്കിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചുമ്മാ എഴുതി വെച്ചിട്ടുണ്ട്. ഉസ്താദുമാർ അവരുടെ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇതിൽ പല കാര്യങ്ങളും എൻ്റെ ക്ലാസ് കേൾക്കുന്ന എൻ്റെ ഉമ്മമാർ, എൻ്റെ വാപ്പമാർ, എൻ്റെ സഹോദരന്മാർ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. അതായത് ഇവിടെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുള്ളത് 5 കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും. അതുപോലെ തന്നെ 3 കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാതെ നമ്മൾ സൂക്ഷിക്കുക. 4 കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യം കുറക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് 5ൽ നിന്ന് തുടങ്ങാം. ഇവിടെ ഞാൻ എഴുതി വെച്ച ഒരു കാര്യം, അതായത് പുരുഷന്മാർ എവിടെ പോയാൽ നിസ്കരിക്കേണ്ടത്? നമ്മളൊക്കെ പള്ളിയിൽ പോയിട്ടാണ് നിസ്കരിക്കേണ്ടത് അല്ലേ. സ്ത്രീകൾ, ഉമ്മമാർ വീട്ടിൽ തന്നെ നിസ്കരിച്ചാൽ മതി. പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന പുരുഷന്മാർ മാത്രമല്ല, പള്ളിയിൽ അധികമായി ഇരിക്കുന്ന ആളുകൾ, അവർക്ക് കിട്ടുന്ന ചില ഗുണങ്ങളുണ്ട്. ഒന്നാമത്തേത്, അവരുടെ ഉപജീവനത്തിൽ അള്ളാഹു വിശാലത കൊടുക്കുമെന്നാണ്. ഒരുപാട്, ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നത് നമ്മുടെ എറണാകുളം മാർക്കറ്റ് പള്ളിയിലാണ്.
അപ്പോൾ ഇവിടെ കാണാം ഒരുപാട് തിരക്കുള്ള കച്ചവടക്കാരുണ്ടാകും. അവരൊക്കെ നിസ്കാരം കഴിഞ്ഞാലും അവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് ഈ തസ്ബീഹുമാലയുമായിട്ട് ഇങ്ങനെ കുറച്ച് നേരം ദിക്ർ, സ്വലാത്ത്, പിന്നെ ദുആ, അതൊക്കെ. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ പച്ചക്കറിയുടെ ഹോൾസെയിൽ വലിയ കച്ചവടക്കാരാണ്. അതുപോലെ തന്നെ കായ ഉണ്ടല്ലോ, കായ, ഏത്തപ്പഴം, അതുപോലെ പഴത്തിൻ്റെയൊക്കെ വലിയ ഹോൾസെയിൽ ബിസിനസ് ഉള്ള ആളുകളാണ്. അപ്പോൾ അവരൊക്കെ അവിടെ ഇരുന്നിട്ട് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ എണീറ്റ് പോകുന്നില്ല. അവരവിടെ തന്നെ ഇരുന്നിട്ട് കുറച്ച് ദിക്ർ, സ്വലാത്ത്, തസ്ബീഹൊക്കെ ചൊല്ലി ദുആ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഓർക്കും, ഇവർക്ക് ഇത്ര തിരക്കുണ്ടായിട്ട് എന്താ ഇവരിങ്ങനെ പള്ളിയിൽ തന്നെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെയൊക്കെ പിറകിൽ ഇതാണ്. അതായത് പള്ളിയിൽ നമ്മൾ കുറച്ച് സമയം ചിലവഴിച്ചാൽ, നിസ്കരിക്കാൻ വേണ്ടി മാത്രമല്ല അല്ലാത്ത ദുആക്ക് വേണ്ടിയും മറ്റുമൊക്കെയായി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപജീവനത്തിൽ, നമ്മുടെ കച്ചവടത്തിൽ വലിയ ബറക്കത്തുണ്ടാകും. മാത്രമല്ല നമ്മളൊക്കെ മരിച്ചു പോവേണ്ടവരാണ്. ഖബറിൽ വിശാലതയുണ്ടാകും. നമ്മുടെ നന്മയും തിന്മയും എഴുതിയ കിതാബ് നമ്മുടെ വലത് കൈയിലേക്ക് കിട്ടും. അതുപോലെ തന്നെ മിന്നൽ വേഗത്തിൽ നമുക്ക് സിറാത്ത് പാലം കടക്കാൻ പറ്റും. നമ്മുടെ അല്ലാഹു തആല ഗുണവാന്മാരോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം സ്വർഗത്തിൽ ചേർക്കും. അപ്പോൾ ഉസ്താദെ, അപ്പോൾ ഉമ്മമാർ ചിന്തിക്കുന്നുണ്ടാകും, ഉസ്താദെ അപ്പോൾ ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പറ്റും. വേണ്ട, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിസ്കരിക്കുന്ന മുസല്ലയുണ്ടല്ലോ, അല്ലെങ്കിൽ നിസ്കാരപ്പായ ഉണ്ടല്ലോ, അവിടെ ഇരുന്നാൽ മതി. അപ്പം നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് സമയം അവിടെ ഇരിക്കുക, അല്ലേ? കുറച്ച് സമയം കാലൊക്കെ ഒന്ന് നീട്ടി വെച്ചിട്ട് അവിടെ ഇരിക്കുക. അവിടെ ഇരുന്നിട്ട് ഇൻഷാ അല്ലാഹ് കുറച്ച് ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ്, അറിയാവുന്ന രൂപത്തിലുള്ള സ്വലാത്തുകളും തസ്ബീഹുകളും അദ്കാറുകളൊക്കെ ചൊല്ലിയിട്ട് നല്ലവണ്ണം ദുആ ചെയ്യുക. ഒരു അല്പസമയം നിസ്കരിക്കാൻ വേണ്ടി മാത്രം മുസല്ല ഉപയോഗിക്കാതെ അല്പസമയം അവിടെ ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ദിക്റും സ്വലാത്തും ചൊല്ലി ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉമ്മമാരെ നിങ്ങൾക്കും ഈ പറയപ്പെട്ട ഗുണങ്ങളൊക്കെ കിട്ടും. പിന്നെ വീണ്ടും ഞാൻ എഴുതിയിട്ടുള്ളത് 5 കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു തആല മുഅ്മിനീങ്ങളെ പരീക്ഷിക്കുമെന്നാണ്. 1 ഭയം, 2 വിശപ്പ്, 3-ാമത്തേത് സാമ്പത്തിക നഷ്ടം, 4-ാമത്തേത് ഉറ്റവർക്കും ഉടയവർക്കും രോഗമോ മരണമോ ഉണ്ടാകും, അതുപോലെ 5-ാമത്തേത് നമ്മുടെ സമ്പത്ത് ചുരുങ്ങിപ്പോകും, ഇങ്ങനെ വിളവുകൾ ചുരുങ്ങിപ്പോകും, കച്ചവടത്തിൽ നഷ്ടമുണ്ടാകും. ഇങ്ങനെ ഒരു 5 രൂപത്തിലുള്ള പരീക്ഷണം അല്ലാഹു തആല ചില ആളുകൾക്ക് കൊടുക്കും. പിന്നെയോ 5 കാര്യങ്ങൾ ജീവിതത്തിൽ ഐശ്വര്യം, ബറക്കത്ത് കൊണ്ടുവരും. ഉമ്മമാരെ ശ്രദ്ധിച്ചോ, അതിൽപ്പെട്ട 1-ാമത്തേത് പാത്രങ്ങൾ കഴുകുക, അത് കമിഴ്ത്തി വെക്കുക, അല്ലെങ്കിൽ അത് ചരിച്ചു വെക്കുക. പിന്നെയോ എല്ലാ ദിവസവും മുറ്റം, വീടിൻ്റെ പരിസരം വൃത്തിയാക്കുക, ഭയഭക്തിയോടുകൂടി നിസ്കരിക്കുക, അതുപോലെ തന്നെ ളുഹാ നമസ്കാരം പതിവാക്കുക, ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ദിവസം സൂറത്തുൽ വാഖിഅ ഓതുക. ഈ 5 കാര്യങ്ങൾ ചെയ്താൽ ഐശ്വര്യം, വീട്ടിലേക്ക് ബറക്കത്ത് വരുന്നതാണ്. പിന്നെ 5 കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ സൂക്ഷിക്കുക. 1-ാമത്തേത് വാർദ്ധക്യത്തിന് മുമ്പുള്ള നമ്മുടെ യുവത്വം ഉപയോഗപ്പെടുത്തുക, രോഗത്തിന് മുമ്പുള്ള ആരോഗ്യം, ദാരിദ്ര്യത്തിന് മുമ്പുള്ള സമ്പന്നത, ജോലി തിരക്കിന് മുമ്പുള്ള ഒഴിവ് സമയം, മരണത്തിന് മുമ്പുള്ള ജീവിതം. 5 കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ സൂക്ഷിക്കുക. പിന്നെയോ മരണത്തിന് ശേഷം 5 കാര്യം 5 കൂട്ടർക്കാണ്. നമ്മളൊക്കെ മരിക്കൂലേ, മരിച്ചിട്ട് കബറിലേക്ക് ചെല്ലൂലേ? ആ കബറിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ 5 കാര്യങ്ങൾ 5 കൂട്ടർക്കാണ്. 1 മാംസം, നമ്മുടെ ഈ കവിളും നമ്മുടെ നെറ്റിയും നമ്മുടെ തലയും നമ്മുടെ കഴുത്തും നമ്മുടെ എല്ലാ ശരീരത്തിലെ മാംസങ്ങൾ മുഴുവനും പുഴുക്കൾ തിന്നും. നമ്മുടെ അസ്ഥി, നമ്മുടെ എല്ലുകൾ, അത് മണ്ണിനുള്ളതാണ്. നമ്മുടെ ആത്മാവ്, അത് അസ്രായിൽ പിടിച്ചുകൊണ്ട് പോകുന്നതാണ്. നമ്മുടെ സമ്പത്ത്, അത് അനന്തര അവകാശികൾ വീതിച്ചെടുക്കുന്നതാണ്. നമ്മുടെ സൽക്കർമ്മങ്ങൾ, അത് നമുക്ക് തന്നെ ഉള്ളതാണ്. ഇനി മറ്റൊന്ന്, ഇഷ്ടപ്പെടുകയും മറക്കുകയും ചെയ്യുന്ന 5 കാര്യങ്ങൾ. ജീവിതത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, അല്ലേ? നമ്മൾ ജീവിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. മരണത്തെ നമ്മൾ മറക്കുന്നു, വെറുക്കുന്നു. ആർക്കും മരിക്കാൻ ഇഷ്ടമല്ല, ജീവിക്കാൻ എല്ലാവർക്കും ഇഷ്ടം. അതുപോലെ സമ്പത്തിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. ആ സമ്പത്ത് നമുക്ക് ആഖിറത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ അല്ലാഹു തആല വിചാരണ ചെയ്യും, അതിനെ നമ്മൾ മറക്കുന്നു, അല്ലേ? ഭയങ്കര കൊട്ടാരം പോലത്തെ വീടുകളൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ ഖബറിനെ നമ്മൾ മറന്നു പോകുന്നു. ദുനിയാവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, പരലോകത്തെ നമ്മൾ മറന്നു പോകുന്നു. സൃഷ്ടികളെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, സൃഷ്ടാവായ അള്ളാഹുവിനെ നമ്മൾ മറന്നു പോകുന്നു. ഇങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ 4 കാര്യങ്ങൾ, ഇത്രയും പറഞ്ഞത് 5 കാര്യങ്ങൾ, ഇനി 4 കാര്യങ്ങളെ അല്ലാഹു തആല മുഅ്മിനീങ്ങളിൽ ഉണ്ടാകുന്നത് വെറുക്കുകയാണ്. 4 കാര്യങ്ങൾ മുഅ്മിനായ ആൾക്ക് ഉണ്ടാവാൻ പാടില്ല. 1, അശ്രദ്ധമായി നിസ്കരിക്കുക, അത് മുഅ്മിനായ മനുഷ്യനുണ്ടാവാൻ പാടില്ല. ഖുർആൻ ഓതുമ്പോൾ കളിച്ചിരി തമാശ, ഭയങ്കര ചിരിച്ചുകൊണ്ട് ഖുർആൻ ഓതുക, തമാശ പറഞ്ഞുകൊണ്ട് ഖുർആൻ ഓതുക, അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. പിന്നെയോ നോമ്പ് പിടിച്ചുകൊണ്ടും തെറ്റ് ചെയ്യുക, അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. 4-ാമത്തേത് ഈ മഖ്ബറകളിലൊക്കെ പോയിട്ട്, അല്ലെ, ഖബർസ്ഥാനിലൊക്കെ പോയിട്ട് അവിടെ ഇരുന്ന് ചിരിക്കുക, അത് അള്ളാഹുവിന് ഇഷ്ടമല്ല. 4 കാര്യങ്ങൾ ചെയ്താൽ ഖബറിൻ്റെ ശിക്ഷയെ തൊട്ടുള്ള കാവൽ കിട്ടും. കൃത്യമായുള്ള നിസ്കാരം, ദാനം,
അല്ലെ, മുടങ്ങാതെ എല്ലാ ദിവസവും ഒരു ചെറിയ സംഖ്യയാണെങ്കിലും ദാനം കൊടുക്കുക, വിശുദ്ധമായ ഖുർആൻ ഓതുക, അധികരിച്ച് തസ്ബീഹ് ചൊല്ലുക. അതെന്താണ്? ഖബർ ശിക്ഷയിൽ നിന്നുള്ള കാവൽ കിട്ടുന്നതാണ്. 4 കാര്യങ്ങൾ ഖബർ ശിക്ഷ നമ്മൾക്ക് ഉണ്ടാക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കള്ളം പറയുക, വഞ്ചന കാണിക്കുക, പരദൂഷണം ഏഷന് പറയുക, പുരുഷന്മാര് മൂത്രമൊഴിച്ച് കൃത്യമായി ശുദ്ധിയാക്കാതിരിക്കുക. ഇതെന്താണ്? ഖബറിൽ നമുക്ക് ശിക്ഷയുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 4 കാര്യങ്ങൾ നമ്മുടെ ശരീരത്തെ ശക്തിപ്പെടുത്തും. എന്താ? ഒന്നാമത്തേത് മാംസം കഴിക്കുക, അല്ലെ. ഇറച്ചി എന്ന് പറഞ്ഞാൽ അത് പ്രോട്ടീനാണ്. എന്ന് വെച്ചാൽ കോഴി ഇറച്ചിയല്ല, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരല്പം ഇറച്ചി കഴിക്കുക. അതെന്താണ്? പ്രോട്ടീനാണ്, ശരീരത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. പിന്നെയോ സുഗന്ധം ഉപയോഗിക്കുക, സുഗന്ധം, നല്ല അത്തർ, നല്ല സ്പ്രേ ഒക്കെ ഉപയോഗിക്കുക. പിന്നെയോ കുളിക്കുക, എല്ലാ ദിവസവും കുളിക്കൽ. പിന്നെയോ മറ്റൊന്ന്, ഈ ലിനൻ എന്ന് പറയുന്ന ഒരു തുണിയുണ്ട്, ലിനൻ, അതുകൊണ്ടുള്ള വസ്ത്രം ധരിച്ചാലും ശരീരത്തെ ശക്തിപ്പെടുത്തുമെന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ്. 4 കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ശരീരം ശോഷിച്ചു പോകും, ക്ഷയിച്ചു പോകും. ഒന്നാമത്തേത്, വെള്ളം തീരെ കുടിക്കാതിരിക്കുക. ചില ആൾക്കാരുണ്ട് വെള്ളം കുടി കുറവാണ്, അങ്ങനെയുള്ളവർക്ക് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാകും. പിന്നെയോ എപ്പോഴും ദുഃഖിച്ചിരിക്കുക, എപ്പോഴും സങ്കടം. അങ്ങനെ സങ്കടപ്പെട്ടിരുന്നാൽ നമ്മുടെ ശരീരം ക്ഷയിച്ചു പോകും. പിന്നെയോ വെറും വയറ്റിൽ അമിതമായി വെള്ളം കുടിക്കുക, അതെന്താ? ശരീരത്തെ ക്ഷയിപ്പിക്കും. പിന്നെയോ ഈ പുളിയുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുക, അതെന്താ? നമ്മുടെ ശരീരത്തെ ക്ഷയിപ്പിക്കും. 4 കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ കാഴ്ച ശക്തി ഉണ്ടാകുന്നതാണ്. ഒന്ന്, വിശുദ്ധമായ കഅബയ്ക്ക് തിരിഞ്ഞ് ഇരിക്കുക. പിന്നെയോ ഉറങ്ങുന്നതിന് മുമ്പ് കണ്ണിൽ സുറുമയിടുക. പിന്നെയോ പച്ചനിറം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ വസ്ത്രത്തിലുള്ള പച്ചനിറം അതിനേക്കാൾ ഉപരിയായി പ്രകൃതിയിലുള്ള പച്ച നിറങ്ങളുണ്ടല്ലോ, അല്ലെ. പച്ചപ്പ്, വിശാലമായ പച്ചപ്പ്, നെൽവയലുകൾ, അല്ലെ. ആ പച്ചപ്പിലേക്ക് നോക്കുക, നമ്മുടെ കണ്ണിന് ശക്തി കിട്ടുമെന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ എപ്പോഴും വൃത്തിയുള്ള സ്ഥലത്ത് ഇരിക്കുക. അതെന്താണ്? അത് നമ്മുടെ കാഴ്ച ശക്തിപ്പെടുത്തുന്നതാണ്. ഇനി 3 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഉസ്താദുമാരെ, ഗുരുനാഥന്മാരെ ഇകഴ്ത്തി പറഞ്ഞാൽ, നമ്മളെ പഠിപ്പിച്ച നമ്മുടെ അധ്യാപകരെ നമ്മൾ ഇകഴ്ത്തി പറഞ്ഞാൽ 3 കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കും. ഒന്നാമത്തേത്, പഠിച്ചത് മുഴുവനും മറന്നുപോകും. രണ്ടാമത്തേത്, നമ്മുടെ പ്രതാപം, നമ്മുടെ ഇസ്സത്ത്, അഭിമാനം അത് നഷ്ടപ്പെട്ടു പോകും. പിന്നെ മൂന്നാമത്തേത്, നമ്മുടെ ആഖിബത്ത് മോശമായി പോകും. 3 കാര്യങ്ങൾ ചെയ്യുന്നത് മുനാഫിഖീങ്ങളാണ്. 3 കാര്യങ്ങൾ ചെയ്യുന്നത് മുനാഫിഖീങ്ങളാണ്. ഒന്നാമത്തേത്, ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കുക. യാ റബ്ബ്, ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കുക. അതുപോലെ മനഃപൂർവ്വം ജമാഅത്തിന് പോവാതിരിക്കുക, ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, വിശുദ്ധമായ ആ ഇൽമിന്റെ മജ്ലിസുകൾ ഉണ്ടല്ലോ, അതിൽ പോയി ഇരിക്കാൻ അവസരം കിട്ടിയിട്ടും അവിടെ നിന്നും ഒഴിവായി പോവുക. ഇതൊക്കെ മുനാഫിക്കീങ്ങളുടെ ലക്ഷണമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. പിന്നെയോ അവസാനമായി പറയട്ടെ, 3 കാര്യങ്ങൾ, മാന്യത ഇല്ലാതാക്കുന്ന 3 കാര്യങ്ങളുണ്ട്. നമ്മുടെ മാന്യത നഷ്ടപ്പെടുത്തി കളയുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, എപ്പോഴും കള്ളം പറയുക, എപ്പോഴും നുണ പറയുക, കള്ളം പറയുക. നമ്മുടെ ഇസ്സത്ത്, അഭിമാനത്തെ നമ്മൾ തന്നെ കളയുന്നൊരു കാര്യമാണത്, എപ്പോഴും കള്ളം പറയുക. രണ്ടാമത്തേത് വഞ്ചന, ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യൂല, വഞ്ചന കാണിക്കുക. മൂന്നാമത്തേത് മോഷണം. ഈ 3 കാര്യവും നമ്മുടെ ഇസ്സത്തിനെ ഇല്ലാതാക്കും. എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മരണം. 2, നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ചില കാര്യങ്ങൾ, ചുമതലകൾ ഉണ്ടാകും, അത് ഓർത്തിരിക്കുക. മൂന്നാമത്തേത്, എപ്പോഴും നമ്മൾ സത്യം പറയുക. ഇനി മൂടി വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, എപ്പോഴും മൂടി വെക്കുക. ഒന്നാമത്തേത് ഭക്ഷണമാണ്, ഭക്ഷണം എപ്പോഴും മൂടി വെക്കണം. രണ്ടാമത്തേത് പണമാണ്, പൈസ അത് നമ്മൾ പേഴ്സിലോ അല്ലെ നമ്മുടെ അലമാരയുടെ ഉള്ളിൽ തന്നെ വെക്കുക. മൂന്നാമത്തേത് ഔറത്തുകളാണ്, അല്ലെ. പുരുഷന്മാർക്ക് അവരുടെ ഔറത്തുണ്ട്, സ്ത്രീകൾക്ക് അവരുടെ ഔറത്തുണ്ട്. അത് പരസ്യമായി ഇപ്പോൾ ഫാഷനാണല്ലോ, അല്ലെ. ധരിക്കുന്ന വസ്ത്രം അതൊക്കെ ഔറത്ത് വെളിവാകുന്നതാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ മിത്രങ്ങളെ ശത്രുക്കളാക്കുന്ന, നമ്മുടെ ഇഷ്ടക്കാരെ ശത്രുക്കളാക്കുന്ന 3 കാര്യങ്ങൾ. 1, പെണ്ണ്. 2, മണ്ണ്. 3, പൊന്ന്. പിന്നെയോ ആത്മാർത്ഥത ഉണ്ടാവേണ്ട 3 കാര്യങ്ങൾ. ഒന്നാമത്തേത് കൃപ, അല്ലെ. മറ്റുള്ളവരുടെ സ്നേഹം കാണിക്കുക, ആദരവ് കാണിക്കുക, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക. ഈ 3 കാര്യത്തിലും നമുക്ക് എന്തു വേണം? ആത്മാർത്ഥത വേണം. പിന്നെ ചെറുതാണെന്ന് കരുതി നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ. 1, നമ്മുടെ ഉത്തരവാദിത്വം. രണ്ടാമത്തേത് നമുക്കുണ്ടാകുന്ന രോഗം. മൂന്നാമത്തേത് കടബാധ്യത. ഈ 3 കാര്യങ്ങൾ, അതൊക്കെ ചെറുതാണ്, ചെറിയ രോഗമല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ നിസ്സാരപ്പെടുത്താൻ പാടില്ല. കടം, അത് കുറച്ചല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിസ്സാരപ്പെടുത്താൻ പാടില്ല. അത് പ്രത്യേകം നമ്മൾ കരുതി വെക്കുക. കടം എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കൊടുത്തു വീട്ടേണ്ടതാണ്. രോഗം, അത് ചെറിയ രോഗമാണെങ്കിലും അത് നമ്മൾ ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. പിന്നെയോ നമ്മുടെ ഉത്തരവാദിത്തം, അത് എത്ര ചെറുതാണെങ്കിലും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇനി നമുക്ക് അവസാനമായി പഠിക്കാനുള്ളത് 3 ഇസ്മുകളാണ്.
3 ഇസ്മുകൾ. അതായത് അല്ലാഹു തആല അവൻ്റെ 99 ഇസ്മുകളിൽ ഒരു 3 പ്രധാനപ്പെട്ട ഇസ്മുകളുണ്ട്. മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നു. ഈ 3 ഇസ്മിനും വ്യത്യസ്തമായ ഗുണങ്ങളാണ്. പക്ഷെ ഇന്നത്തെ ക്ലാസ് നമ്മളത് 3 ഇസ്മുകളും ചേർത്ത് പറയുന്നു. അതായത് ഐശ്വര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന, ആരോഗ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന, സമ്പന്നത നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന 3 ഇസ്മുകൾ. ഒന്ന് യാ ഗനി, രണ്ടാമത്തേത് യാ മുഗ്നി, മൂന്നാമത്തേത് യാ ദൽ ജലാലി വൽ ഇക്റാം. അപ്പോൾ യാ ഗനിയു, യാ മുഗ്നി, യാ ദൽ ജലാലി വൽ ഇക്റാം, ഈ 3 ഇസ്മുകളും നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം, നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പന്നത കൊണ്ടുവരുന്ന ഇസ്മുകളാണ്. അപ്പോൾ ഞാൻ പഠിക്കാൻ പോയ സമയത്ത്, ഞാൻ ഓതാൻ പോയ സമയത്ത് എഴുതിയ എൻ്റെ ഒരു ഡയറി, ആ ഡയറിയിൽ 5 കാര്യങ്ങൾ, 5ൻ്റെ അത്ഭുതങ്ങൾ, 4ൻ്റെ അത്ഭുതങ്ങൾ, 3ൻ്റെ അത്ഭുതങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചു. അപ്പോൾ അതൊക്കെ വായിച്ചു നോക്കിയപ്പോൾ ഒരു എന്താ പറയുക, ഒരു പുതിയ അറിവാണല്ലോ. അത് ഞാൻ എൻ്റെ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾക്കും പറഞ്ഞു തരണമെന്ന് വിചാരിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അവസാനം പറഞ്ഞ പോയിന്റ് മറക്കരുത്. 3 ഇസ്മുകളുണ്ട്. യാ ഗനിയു, യാ മുഗ്നി, യാ ദൽ ജലാലി വൽ ഇക്റാം. അത് എപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇസ്മാണ്. ഒരുപാട് ഗുണങ്ങൾ, ആ ഓരോ ഇസ്മിനും വ്യത്യസ്തമായ നേട്ടങ്ങളുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഐശ്വര്യം വരാൻ, സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാറാൻ, അതുപോലെ തന്നെ എന്താണ് ആയുസ് നീട്ടിക്കിട്ടാൻ, ഈ ആയുസ് കുറക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചിലപ്പോൾ വിഷാംശങ്ങളൊക്കെ ഉണ്ടാവാം, നമുക്കറിയില്ല അല്ലെ. അതൊക്കെ ഒന്ന് മാറി എല്ലാവിധ ഖൈർ ബർക്കത്ത് ഉണ്ടാവാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു 3 ഇസ്മും ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ, വലിയ നേട്ടമാണ് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഖൈറും ബറക്കത്തും റാഹത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ഉസ്താദേ പ്രത്യേകമായിട്ട് ദ്വാരക്കണേ, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളൊക്കെ മാറ്റി എല്ലാവിധ ഖൈറും ബറക്കത്തും ഇരുലോകത്തും അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വീഡിയോയിൽ അർഷദ് ബദ്രി ഉസ്താദും ഉസ്താദിന്റെ അനുജനും പാടിയ ആ ഗാനം കണ്ടപ്പോൾ പലരും ചോദിക്കുകയുണ്ടായി, ഉസ്താദ് ഈ ഗാനം മാത്രം ഞങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് യൂട്യൂബിൽ കാണുന്നതെന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്നത് ഈ ഒരു മദ്ഹ് ഗാനം മാത്രമായി ഞങ്ങൾ ഇറക്കിയ ആ പാട്ടാണ്. മദീന മലർ എന്നായിരുന്നു ആ മദ്ഹ് ഗാന ആൽബത്തിന്റെ പേര്. അപ്പോൾ ആ ഗാനം കാണാനായി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഗാനം കാണുന്നതിനോടൊപ്പം തന്നെ ഇത് നിങ്ങളുടെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും മറ്റു സുഹൃത്തുക്കളിലേക്കും ഇത് ഷെയർ ചെയ്യാൻ കൂടി ഏവരും ഓർക്കുക. പുണ്യമദീന നിലാവേ പാലൊളി വിതറുന്ന നൂറേ